അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യണത് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. വെട്ടണമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, 40 ഇഞ്ച് സൈസിൽ എങ്ങനെയാണ് വെട്ടണമെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിച്ചില്ല. അതേ കൈയെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാത്രം വെട്ടണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്ക് വെട്ടാനായിട്ട് നമുക്ക് ക്യാൻവാസ് ഒന്നും വേണ്ട, ചുമ്മാ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേപ്പ് എടുക്കട്ടെ. അപ്പോൾ നെക്കിൻ്റെ വീതി എത്രയാണ് നോക്കുക. അപ്പോൾ 3.5 ഇഞ്ചാണ് വീതിയെങ്കിൽ നമുക്ക് ഇതിൽ ഒരു 3.25 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. താഴ്ഭാഗം ഞാൻ 6 ഇഞ്ച് കൊടുക്കണ്ടേ, കണ്ടോ, താഴ്വ് 6 ഇഞ്ച് കൊടുക്കണ്ടേ കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് വരക്കണമെങ്കിൽ ഇങ്ങനെ വളച്ച് റൗണ്ട് പോലെയല്ല വരക്കണത്, ഇതുപോലെ ഒരു ലൈറ്റ് വി ഷേപ്പ്, അതായത് ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയൂലേ, ആ ഒരു ഷേപ്പിലാണ് കേട്ടോ നെക്ക് മാർക്ക് ചെയ്തത്, കണ്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് കളയണ പീസ് ഉണ്ടല്ലോ, അത് കളയരുത് കേട്ടോ. അത് വെച്ച് വേറൊരു പണിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ നെക്കിൽ നമുക്ക് പാറ്റേൺ ചെയ്യണം. അപ്പോൾ നെക്ക് ഞാൻ വിടർത്തി കാണിച്ചു തരാം കേട്ടോ. ഇത് ഷേപ്പൊക്കെ ഉണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കേട്ടോ വി ഷേപ്പ്. വി നെക്കാണ് എല്ലാത്തിലും ഡ്രസ്സിലൊക്കെ വരണത്. ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു മോഡലാണ് ചെയ്യണത്. അത് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ പറയണതാണ്, ടൈലറിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വാട്സപ്പിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 3 ക്ലാസ്സുകളാണ്: ബേസിക് ക്ലാസ്, അഡ്വാൻസ് ക്ലാസ്, ചുരിദാർ ക്ലാസ്. അപ്പോൾ ഇനിയിപ്പോൾ 1-ാം തീയതി അടുത്ത് വരുന്നത് ബേസിക് ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് പഠിപ്പിക്കണതെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങളതിലൊന്ന് കയറി നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ 1-ാം തീയതിയാണ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ കണ്ട നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തുകൊണ്ട് വന്നേക്കാണ് നീളത്തിൽ കേട്ടോ. എന്നിട്ട് മടക്കിയിട്ടിട്ട് ആ മടക്ക് ഭാഗത്ത് നമ്മുടെ വെട്ടിക്കളഞ്ഞ നെക്കില്ലേ, അത് വെച്ചിട്ട് ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് അതൊന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എല്ലാണ്ട് ഇട്ട് വെട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ നടുക്ക് ഭാഗത്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദ്യം ആ പാറ്റേണിന് എത്ര ഇഞ്ച് ഇറക്കം വേണം നോക്കാം. ഞാനൊരു 7 ഇഞ്ച് ഇറക്കം കൊടുക്കണ്ട കേട്ടോ. നെക്കിൽ നിന്ന് 7 ഇഞ്ച് ഇറക്കം, കണ്ടോ, ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിലേക്കാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യണതിൻ്റെ എൻഡ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നല്ലേ തുടങ്ങണം. ഇവിടെ നിന്ന് കണ്ട ഇതുപോലെ ഒരു റാ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഒരു നമ്മൾ ബോട്ടിനൊക്കെ വരക്കൂലേ, അതേപോലെ കേട്ടോ. നേരെ സ്ട്രൈറ്റ് ആയിട്ടല്ല, ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് നെക്കിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് മാർക്ക് ചെയ്യാം. അത് എല്ലായിടത്തും ഇവിടെയൊക്കെ 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അങ്ങോട്ട് നമുക്ക് ചെറുതാക്കാനുള്ളതാണ്. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടം വരെയൊക്കെ മാർക്ക് ചെയ്താൽ മതി. ഇങ്ങോട്ടേക്ക് ചെറുതാക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ 3 ഇഞ്ചിൽ തുടങ്ങി ഇങ്ങനെ വന്നു, കണ്ടോ. ഈ വളവ് വരൂലേ, വളവ് വരുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് കേർവ് ചെയ്ത് കയറ്റി കൊടുക്കണം. അതാണ് ടെൻറ്റിലേക്ക് കൊടുക്കണം, കണ്ടോ. ഒരു മാങ്ങയുടെ പൂള് പോലെ ഇരിക്കും. അപ്പോൾ കണ്ടോ. ഇനി ഇപ്പോൾ വരച്ചില്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തുണിയിലാകുമ്പോൾ ഇങ്ങനെ വരച്ച് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. തുണിയിൽ ആകെ ബാലൻസ് ഉണ്ടാവണം ആ സൈഡിൽ നിന്നുള്ളൊരു പീസല്ലേ, ആ പീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. സൈഡിൽ നിന്ന് കുറച്ചല്ലേ നമുക്ക് വെട്ടിക്കളയാനുണ്ടാവുള്ളൂ. സ്ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 3/4 സ്ലീവ് ആണെങ്കിൽ അതും കിട്ടില്ല. അങ്ങനെയാണ് വേറെ എന്തെങ്കിലും കളർ മാച്ചിങ് ആയിട്ടുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ പാറ്റേൺ ചെയ്യാം കേട്ടോ. ഇതുപോലെ പാറ്റേൺ ഇഷ്ടമാവുകയാണെങ്കിൽ. എന്നിട്ട് ഈ പീസ് ഉണ്ടല്ലോ, ഈ വെട്ടിയെടുത്ത പീസ് നമുക്ക് നമ്മുടെ നൈറ്റിൽ നിന്ന് സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ, ആ പീസിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ഉണ്ട്, 3 വെച്ചാൽ മതി. നമുക്ക് ബാക്കിലേക്കൊക്കെ ക്രോസ് പീസിനൊക്കെ വേണമല്ലോ. ഞാൻ എടുത്ത് വെച്ചപ്പോൾ 2 ആയിപ്പോയതാണ് കേട്ടോ. ഇനി ഇത് ഈ കറക്റ്റ് അളവിൽ നമുക്ക് ഈ തുണി ഇങ്ങനെ വരച്ചിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. നെക്കിനോട് മാച്ച് ചെയ്യാൻ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ ഒരു അരിവാളിൻ്റെ ഷേപ്പാണല്ലേ, മാങ്ങാപ്പൂളല്ല. ഒരു കടാരയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. കമൻറ്റ് ചെയ്യണം കേട്ടോ.
പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗിവ് അവേ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച, ഈ ഞായറാഴ്ച അല്ല അതിന് മുമ്പത്തെ ഞായറാഴ്ച ഞാനൊരു യെല്ലോ കളർ നൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ തിരഞ്ഞെടുക്കാട്ടോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, നിങ്ങളിൽ ആർക്കാണ് കിട്ടിയതെന്ന് പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്, അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നൈറ്റി ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് തരണേന്ന്. ഈ നൈറ്റി അല്ല, വേറെ സാധനമാണ് തരണേ കേട്ടോ, അത് സർപ്രൈസാണേ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാതെ പോകരുതേ. അപ്പോൾ ദാ ഇവിടെ ഈ സൈഡിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ ക്രോസ് പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഴുത്ത് ആദ്യം ഫിനിഷ് ചെയ്യണമല്ലോ, അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട്, അതൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരാനുള്ളതാണ്. ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ, അപ്പോൾ എന്താണ് ഞാൻ ക്യാൻവാസ് വെച്ച് ചെയ്യാതിരുന്നത്, ഒത്തിരി കട്ടിയാവുമല്ലോ നെക്കിന്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഫേസിങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കടാരയില്ലേ, അരിവാളിനെ എടുത്ത് ഇവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ആൾക്കാരൊന്ന് പേടിക്കും നമ്മൾ അരിവാളുള്ള നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും അരിവാളുള്ള നൈറ്റി ഒന്ന് തയ്ച്ച് വെക്ക് കേട്ടോ, എളുപ്പമാണ് ചെയ്യാൻ. ആ പാറ്റേണൊക്കെ നിങ്ങൾ നൈറ്റി ബിസിനസ് ചെയ്യണവരാണെങ്കിൽ ഇത് പാറ്റേണൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 350 രൂപ 400 രൂപ വരെയൊക്കെ വാങ്ങിക്കുക കേട്ടോ, അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പോക്കറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഇനി ചെയ്യുമ്പോൾ ഞാനൊരു പോക്കറ്റ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതാ നെക്കിൻ്റെ എൻഡ് ഭാഗം കണ്ട, ആ മൂലഭാഗം കുത്തിത്തിരിച്ച ഭാഗം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ അകത്തേക്ക് മടക്കി ഫിനിഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം, വെള്ള പൈപ്പിംഗ് ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. വെള്ള പൈപ്പിംഗ് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ അരിവാളുണ്ടല്ലോ, അരിവാളല്ല കടാരക്ക് ഫേസിങ് ഒക്കെ വെച്ച് കൊടുത്ത്, അരിവാളെന്ന് കടാര എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ചിരി വരണുണ്ട്. പിന്നെ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞതാട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്നേ പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇപ്പം നെക്ക് നമ്മൾ അടിച്ച് നീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അറ്റം വരെ അടിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നും ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സർപ്രൈസ് സമ്മാനമാണ് കേട്ടോ. അത് ലാസ്റ്റ് പറയുള്ളൂ ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കുക ഞാൻ എന്തായിരിക്കും തരണമെന്ന്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, നൈറ്റി അല്ല തരണത്, വേറെ സാധനമാണെന്നുള്ള കാര്യം. ഇന്നത്തെ മറ്റേ നൈറ്റ് ഇന്ന് തരൂ കേട്ടോ. ഏത് നൈറ്റിയാണെന്നാ, ഒരു മഞ്ഞ നൈറ്റ് ഞാൻ വെള്ള ലേസൊക്കെ വെച്ച് അടിച്ചില്ലേ, അതിൻ്റെ ആളെ ഇന്ന് തിരഞ്ഞെടുക്കാം നമുക്കിത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ആൾക്ക് നമുക്കിന്ന് സമ്മാനം കൊടുക്കട്ടെ. സമ്മാനം ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് പാക്ക് ചെയ്തൊക്കെ വെക്കാം. അഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ അവരുടെ. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക തിരഞ്ഞെടുപ്പ് നടത്താം കേട്ടോ. കമൻറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ തിരഞ്ഞെടുക്കണത്. ഞാൻ തിരഞ്ഞെടുക്കണതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ അത് വെള്ള തുണിയാണ് കേട്ടോ ഞാൻ പൈപ്പിംഗ് വെക്കാനായിട്ട് എടുത്തത്. 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാക്കി മടക്കി അതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് സൈഡ് ചേർത്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പിടിച്ചിട്ട് നമുക്കിതിന് വീതി കുറച്ച് കൊടുക്കണമല്ലോ. ഇത്രയും വീതി വേണ്ടല്ലോ. വീതി കുറക്കാൻ വേണ്ടിയിട്ട് 1 സൈഡ് പ്രസറിൻ്റെ തന്നെ ഇപ്പുറത്തേക്ക് ത്രെഡ് വരണ വശം വെച്ചിട്ടേ അങ്ങനെ അടിക്കുകയാണ് കേട്ടോ. പൈപ്പിംഗ് വെക്കാൻ ശരിക്കും ഈ പ്രസർ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം കേട്ടോ. പക്ഷേ എന്നാലും പലരുടെയും പല മോഡലായിരിക്കുമല്ലേ, അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഞാൻ ആലോചിക്കട്ടെ എങ്ങനെ നിങ്ങൾക്കൊക്കെ കിട്ടും. നിങ്ങൾക്കൊക്കെ അവിടെ നിങ്ങളുടെ കടകളിൽ വീടിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ. ഇതാ
ഇനി കൂടുതൽ വന്ന ഭാഗം ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അരിവാളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ വെച്ച് പോണേ, അറ്റം വരെ അടിച്ചെടുക്കുക, ആ മൂല വരെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുത്തിത്തിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് അറ്റത്തേക്ക് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ പോയിൻ്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ തിരിച്ച് അടിച്ച് പോണേ നോക്കിക്കോട്ടോ. തിരിച്ചടിച്ച് പോണതിന് മുമ്പ് നമ്മുടെ ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കണ്ടേ, പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കുകയാണ്. ഇപ്പോൾ വൺ സൈഡ് പ്രസ്സറാണല്ലോ ഇട്ടേക്കണത്. അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കാം, അല്ലെങ്കിൽ തേച്ചെടുത്താൽ മതി. ഞാൻ പഠിക്കണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളനൂലാണ് കിടക്കുന്നത്. ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വെള്ളനൂല് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അടിക്കണില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ അതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ചെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് പീസ് കിട്ടിയില്ലെങ്കിലേ ഈ വെക്കണ ഈ ഒരു നമ്മുടെ കടാരയുടെ ഷേപ്പുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് നിങ്ങൾക്ക് വെള്ള പീസിൽ ചെയ്യാം കേട്ടോ. എന്നിട്ടാണ് അതിനേക്കാളും ഭംഗി ഇതായിരിക്കും കേട്ടോ. എന്തായാലും പ്ലെയിനിൽ ചെയ്യുന്നതിനേക്കാളും ഭംഗി ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. പിന്നെ ചുരിദാറിലൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും സീക്വൻസും സ്റ്റോണും എല്ലാം ഒട്ടിച്ചു കൊടുക്കും. ഇപ്പോൾ ചുരിദാറിൻ്റെ കഴുത്തിങ്ങനെ വെട്ടിയിട്ടേ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ പീസിൽ നിറച്ചും ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. സിൽക്ക് മെറ്റീരിയലൊക്കെ ചെയ്യണ കാണാം അങ്ങനെ. അതിപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യും, കുറച്ചുകൂടി വീതിയും ഇറക്കവും കൂട്ടി ചെയ്യും. അപ്പോൾ ഒരു നല്ല വർക്ക് പോലെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ പീസ് വെക്കാതെ ആ ഷേപ്പിൽ വരച്ചിട്ടിട്ട് അതിൽ കൂടെ നമുക്ക് കല്ലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെയും സൈഡിൽ കൂടെ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കുകയാണേ. പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള പൈപ്പിംഗ് തന്നെയാണെങ്കിലാണ് കേട്ടോ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മറ്റേ മടക്കി വെക്കണ പൈപ്പിംഗ് ആകുമ്പോൾ ഇത്ര നേരിയതായിട്ട് കിട്ടൂലല്ലോ നമുക്ക്. പിന്നെ അതുപോലെ നേരിയതായിട്ട് അടിക്കാൻ ധൈര്യമുള്ളവർക്ക് അടിക്കാം കേട്ടോ. നമുക്കിത് അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കണം. അപ്പോൾ ഈ കൂടുതലായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. മടക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ അതൊക്കെ നീറ്റായിട്ട് വരും കേട്ടോ. നമുക്ക് അടിക്കണില്ല കേട്ടോ, ഞാൻ മുകൾ ഭാഗത്ത് വെച്ചിട്ട് അടിക്കണില്ല. ഇതൊന്ന് തേച്ചെടുത്തിട്ട് വരാം. കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ടേ എന്നിട്ട് വേണം നമുക്ക് തേച്ചെടുക്കാൻ. നല്ലോണം അടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. എന്ത് സാധനവും നിങ്ങൾ തയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുത്തിട്ട് ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തേച്ചിട്ട് വരാം. കണ്ട അപ്പോൾ തേച്ചപ്പോൾ കണ്ട നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ആ നെക്കിൻ്റെ ആ ഭാഗം, അതായത് നെക്ക് വെട്ടിയ ഭാഗത്ത് കറക്റ്റായിട്ട് നെക്കിലിരിക്കണം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പിന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ കൂട്ടിയെടുത്തേക്കാണല്ലോ. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. ഇതടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. നമ്മുടെ ആ നെക്കിൻ്റെ കറക്റ്റ് അളവിൽ ഇങ്ങനെ അടിച്ച് ഇതുപോലെ അടിച്ച് പോവാം. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ മടക്കുണ്ടാവുമല്ലോ, നൈറ്റി ആകുമ്പം ആ മടക്കുണ്ടാവുമല്ലോ, ആ മടക്കിലേക്ക് അതിൻ്റെ എൻഡ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതാ കണ്ട അരിവാളുടെ തുമ്പുവശം മടക്കിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ട സെയിം ആ പീസ് തന്നെ വെക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി വരണം കേട്ടോ. ഞകത്തേക്ക് ഇങ്ങനെ കറക്റ്റാക്കി മടക്കി വെച്ചിട്ട് ആ തുമ്പ് നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് മടക്കി തന്നെയാണ് കേട്ടോ വെക്കണത്. തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മൾ വെട്ടിയെടുത്തേക്കണത്, അതുകൊണ്ടാണല്ലോ. പിന്നെ അങ്ങോട്ട് തെന്നിച്ചാണ് വെട്ടിയേക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ നമ്മൾ നേരെ താഴത്തേക്കാണ് വെച്ചത്. അവിടെ കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ചുളുക്കൊന്നും വരരുത് കേട്ടോ. ചുളുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെച്ചതിനൊന്നും ഒരു ഭംഗിയില്ലാണ്ടായി പോവും. ചുളുക്ക് വരാതെ ഇതടിക്കുമ്പോൾ പതുക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ എല്ലാം എളുപ്പം അടിച്ചെടുക്കാവുന്നുള്ളതല്ലേ ഉള്ളൂ.
അറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നൈറ്റി അടിക്കണ ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമുക്കിനി തിരഞ്ഞെടുപ്പൊക്കെ നടത്തണ്ടേ, കറക്റ്റായിട്ട് നമുക്ക് സമ്മാനമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇത് ഫുള്ളായിട്ട് അടിക്കണ കാണിക്കണില്ല. കണ്ടോ, ഇനി കഴുത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്കൊന്ന് പൈപ്പിംഗ് വെച്ചേക്കാം. അവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടന്നപ്പോഴേ ഒരു ഭംഗി തോന്നിയില്ല, അപ്പോൾ ഞാൻ ഓർത്ത് അവിടെയും കൂടെ ഒന്ന് പൈപ്പിംഗ് വെച്ചേക്കാം. അപ്പോൾ അതൊരു എന്താ പറയുക, അതിനൊരു ഇതായിരിക്കും കിട്ടുമല്ലോ, നല്ല ഭംഗിയിൽ കിട്ടുമല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സൈഡ് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടന്നപ്പോഴേ അവിടെ എന്തോ ഒഴിഞ്ഞ് കിടക്കണ പോലെ, അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ, അവിടെ കഴുത്ത് ഫിനിഷ് ചെയ്തേക്കണതാണ്, അതുകൊണ്ട് തന്നെ വെക്കാനും എളുപ്പമാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്ലീവിന് വേണ്ടി നമ്മൾ ഒരു സൈഡ് മടക്കി വെച്ചിട്ടുള്ള ഒരു പൈപ്പിംഗ് ഉണ്ടാക്കില്ല, അതാണ് കേട്ടോ ഞാൻ അവിടെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് പതിച്ചടിക്കാം കേട്ടോ. അപ്പോൾ നൈറ്റി ഫുള്ളായിട്ട് അടിക്കണേ ഞാൻ കാണിക്കണില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് ഈ കഴുത്തും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നറുക്കെടുപ്പ് നടത്താം. അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സമ്മാനം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സമ്മാനം എന്താണെന്ന് കാണിച്ചും തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തു, നമ്മുടെ ആ മഞ്ഞ ചുരിദാറിൻ്റെ വീഡിയോ എടുത്തു, അത് യൂട്യൂബിൽ പോയി കാണണം, എന്നാലാണ് നമുക്ക് കമൻറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് പോസ് ചെയ്ത് വെക്കാം വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യം വരുമ്പോഴേ കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ നോക്കിയേ നമ്മുടെ കമൻറ്റുകൾ ഞാനിങ്ങനെ നോക്കണം കേട്ടോ, വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ഇത്രയും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടട്ടെ, എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ മാക്സിമം ഇട്ട് ഓടിപ്പിക്കണേന്ന്, ഓടിച്ച് അതിൻ്റെ കാല് കിഴക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളെ നെക്കി പിടിച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. സുമിതാസ് ഡിസൈൻസ്. അപ്പോൾ ഇതാരാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആരാണെങ്കിലും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ പേരുകാരി എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സമ്മാനം എന്താണെന്ന് പറയണ്ടേ. ഈ നൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുന്നത്. ഞാൻ നൈറ്റിയല്ല എന്ന് വെറുതെ പറഞ്ഞാണ് നിങ്ങളെ പറ്റിക്കാനായിട്ട്. അപ്പോൾ ഈ നൈറ്റി വേണ്ടവരെല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതിന് ഇതുപോലെ തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ ഈ നൈറ്റി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.